ഉണ്ടായ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നെ ഒന്നിനും കൊള്ളൂല്ല. ഇപ്പൊ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി അവൻ പോട്ടെ. പോട്ടെ. അവൻ വേണ്ട. അവൻ വേണ്ട. ആ ഒറ്റയ്ക്ക് എന്തിനാ ഒറ്റയ്ക്ക്? എന്താണ്? എടി നല്ല അന്തസ്സുള്ള ഒരു ചെറുക്കനെ കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കുമെന്ന്. ആ കെട്ടിക്കും. ഇനിയിപ്പോ ഒരു ചെറുക്കൻ പോയിന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാനേ. കരയാ നീ? പെണ്ണുങ്ങളൊന്നും അങ്ങനെ ആവാൻ പാടില്ല. അത് പാടില്ല. കെട്ടിയോ പോയാലും കെട്ടിയോ പോയണ്ട. ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ പോയാല് ഞാൻ എന്താ കരയോ? കരയില്ലേ? എന്തിനാ ഞാൻ കരയണേ? എന്തിനാ കരയണ്? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നല്ല കണ്ടേടമുണ്ട്. ഉണ്ട്. നിന്നെ നല്ല അന്തസ്സായിട്ട് ഞാൻ നോക്കും. അതന്നെ അമ്മ പറഞ്ഞതിന്റെ ശരി. അത്രേ ഉള്ളൂ. നീ വേണമെങ്കിൽ പഠിച്ച ഉടനെ ഒരു ജോലിയും കിട്ടും. നല്ല മിടുക്കൻ കൂട്ടപ്പനെ കൊണ്ട് ഈ അമ്മ കെട്ടിക്കും നിന്നെ. അമ്മ കെട്ടിക്കും നിന്നെ. അത്രേ ഉള്ളൂ. ഒരു പേടിയും വേണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഇനി ആ എരപ്പാളിയെ നമുക്ക് വേണ്ട. വേണ്ട. എവിടെയെങ്കിലും പോട്ടെ. സുമിത്ര എന്താ ഇവിടെ? കടയിൽ അത് ശരി. ഇത് ശീതളൊന്നും വാങ്ങി തരൂല അല്ലേ? കണക്ക് തന്നെ. സുമിത്ര ഒറ്റക്ക് തന്നെ ഇതെല്ലാം കാര്യങ്ങൾ നടക്കണ്ടേ? എന്റെ അവസ്ഥ അറിഞ്ഞല്ല. ഞാൻ അവിടെ നിന്ന് ചാടി. ഞാൻ അറിഞ്ഞായിരുന്നു. സഹിക്കാൻ പറ്റണില്ലാന്നേ. എന്തൊരു ജാടയാണ് അവള്. അവളുടെ അപ്പന്റെ വായിലിരിക്കണായിട്ട് അവിടെ കിടക്കാനേ പറ്റണില്ല. ഇടയ്ക്ക് കേൾക്കാറുണ്ട് ഒച്ചപ്പാടൊക്കെ. അല്ല ശീതളിനിപ്പോ വീട്ടിലേക്കൊന്നും വരണില്ലാന്ന് കേട്ട്. വരുന്നുണ്ടോന്ന് വന്നിട്ട് ഇപ്പൊ എന്തിനാ? ഉണ്ടെങ്കിലും ഇല്ലൊക്കെ ഒരുപോലെ തന്നെ അല്ലേ? എന്തിനാണെന്നേ നമുക്ക് വേണ്ടാത്തോടത്ത് നമ്മളെന്തിനാ നിന്ന് സഹിക്കണ? ആരോട് പറയാനേട്ടാ, പ്രേമിച്ചൊക്കെ കെട്ടിയതല്ലേ? അതെ. പ്രേമിച്ചിരുന്നപ്പോ ഒരാളായിരുന്നു, കെട്ടിക്കഴിഞ്ഞപ്പോ വേറൊരാള്, കൊറേ കൊല്ലം കഴിഞ്ഞപ്പോ വേറൊരു മനുഷ്യൻ. അതാണ് ഞാനിതൊക്കെ നിന്ന് കാണുന്നുണ്ട്. നേരം വെളുത്ത ശീതളിന് ആ ജനല് തുറന്നിട്ട് ചാരല തന്നെ നോക്കി നിൽക്കലാ പണി. ഞാൻ പിന്നെ ഇത് കാണേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ മുഖത്ത് എനിക്ക് നോക്കണ്ടേ? നീ സങ്കടപ്പെടുമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ അതിനൊരു പ്രശ്നത്തിന് നിൽക്കാത്തത്. എന്നല്ലേ ഏട്ടാ, എല്ലാം നമ്മളും കാണുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ക്ഷമിക്കണ്ടെന്നേ. നമ്മളെന്തെങ്കിലും ഒരാളുടെ ഭാര്യയെന്ന് ഓർത്ത് അയാൾ പറഞ്ഞ ആട്ടും തുപ്പും കേട്ട് കിടക്കണ. സുമിത്രക്ക് ഇത്രയും സൗന്ദര്യമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. കൊറേ കൊല്ലം കഴിയുമ്പോ നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിക്കേട്ടാ. എന്തായാലും നമ്മള് വേണ്ടാത്തോടത്ത് നമ്മളും നിക്കണ്ടെന്നേ. എന്നെ വേണ്ടാത്ത അവളുടെ അടുത്ത് ഞാനിതിനാ നിക്കണ. ഇല്ല ഏട്ടാ, നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞു. സഹിച്ചു നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇത്രയും വൈകണ്ടായിരുന്നു. എപ്പോഴേ തീരുമാനം എടുക്കേണ്ടതാണ് എന്നെ പോലെ. ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ചിങ്ങനെ നിൽക്കല്ലേ ഏട്ടാ, കുടുംബമൊക്കെ അല്ലേ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കും പ്രയാസമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മളെ കൊണ്ട് സഹായിക്കാനൊക്കെ ഇല്ലല്ലോ. വന്നവിടെ പെട്ടുപോയില്ലേ. ചേട്ടന് പോലും ഇത്രയും ചിന്തയുണ്ട്, വീട്ടിലുള്ളവർ ചിന്തിക്കണ്ടേ? അല്ല ചിന്തയില്ലാഞ്ഞിട്ടല്ല, ഓരോ വിധിയുണ്ടല്ലോ സുമിത്രേ. മറിമായം